അമ്പലത്തിൽ സാധാരണക്കാരന് നെഞ്ചത്ത് കയറുന്ന പോലീസ് ഏമാമാരോടാ ചോദിക്കുന്നത്. നിന്റെയൊക്കെ അമ്മയുടെ വീടിന്റെ അടുത്ത കെട്ടുത്സവം കൊണ്ടുവന്ന യാത്രയാണോടാ ഹർത്താലിന് നടത്തിക്കൊണ്ടിരിക്കുന്നത്? റോഡ് ഒഴിച്ചിട്ട് വണ്ടി പറഞ്ഞു വിടാനെ കൊണ്ട്. ഹർത്താലിന്റെ അർത്ഥം എന്തോ? നീയൊക്കെ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഹർത്താൽ നടത്തുമ്പോൾ ഓച്ചാനിച്ച് റോഡിന്റെ സൈഡിൽ പോയി കൊടിയുടെ മറവിൽ ഒളിച്ചു നിൽക്കുന്ന മറ്റേ. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ഹർത്താൽ നടക്കുമ്പോൾ എന്തൊക്കെയാണ് നാട്ടുകാർ ചെയ്യാറുള്ളത്? ഹർത്താലിന്റെ തൊട്ട് തലേ ദിവസം എവിടെ നിന്നൊക്കെ മദ്യം വാങ്ങിക്കാൻ കിട്ടാമോ ആ മദ്യം മുഴുവൻ മലയാളികൾ വാങ്ങിച്ചു വെച്ചിരിക്കും. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന് വേണ്ടിയിട്ട് ഓടും. നാളത്തേക്കുള്ള പാല്, നാളത്തേക്കുള്ള സ്പെഷ്യലായിട്ട് മന്തി വെക്കണമെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മലയാളികൾ ഒരു ഹർത്താൽ അങ്ങോട്ട് ആഘോഷിച്ചു കളയും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് കേരളത്തിലെ ദളിത് സംഘടനകൾ, അങ്ങനെ തന്നെ കേൾക്കണേ, കേരളത്തിലെ ദളിത് സംഘടനകൾ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ആ ഹർത്താൽ ഇന്നാണ് സംഭവിച്ചത്. എത്ര പേര് ആ ഹർത്താൽ അറിഞ്ഞു? എത്ര പേര് ആ ഹർത്താലിന്റെ ഭാഗമായിട്ട് ഞങ്ങളിതാ വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നു? നോക്കൂ, എങ്ങുമില്ലാത്ത രീതിയിലാണ് ഇന്ന് ഹർത്താലിനെതിരെ ആളുകളൊക്കെ പ്രതികരിച്ചത്. നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു കൊച്ചു മതസംഘടനയോ അല്ലെങ്കിൽ ഒരു എ മുതൽ സെഡ് വരെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് സംഘടനയോ ഇങ്ങനത്തെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അന്ന് റോഡിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങില്ല, വാഹനങ്ങൾ ഇറങ്ങില്ല. പക്ഷേ ഇവിടെ ഒരു പയ്യനെ കൊന്നുകളഞ്ഞ ഒരു സിസ്റ്റം, അതിന് കാരണക്കാരായിട്ടുള്ള 2 പേർ നമ്മുടെ കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞ പരിപാടിക്ക് നമ്പർ 1 ആണ് എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷേ റാം എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഒളിവിൽ പോയിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ നിഷ്കളങ്കരായ ജനങ്ങളെ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വരുന്നത്, റാമ ഇങ്ങനെ ഒളിക്കാൻ മാത്രം ഇയാളെന്താ അടുത്ത ഒരു സുകുമാരക്കുറുപ്പാവാൻ പോവുകയാണോ? റാം എന്താ അടുത്ത സുകുമാരക്കുറുപ്പാണോ? സുകുമാരക്കുറുപ്പാണ് പോലീസിനൊക്കെ കബളിപ്പിച്ചു പോയ ഒരു മനുഷ്യൻ. ഈ ഒരു മനുഷ്യനെ, അധ്യാപകനായിട്ടുള്ള ഒരാളെ, അതും ഒരു വലിയ കുറ്റവാളി എന്ന രീതിയിലൊക്കെ കരുതാൻ കഴിയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും താമസിച്ചത് എന്തുകൊണ്ട്? ഇതാ കഴിഞ്ഞ ദിവസമാണ് കോടതിയിലേക്ക് വന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന രീതിയിൽ ഒപ്പമുണ്ടാകുന്നൊരു സ്ത്രീ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ 2 പേരെയും ഇത്ര കാലം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പച്ച മലയാളത്തിൽ ഉത്തരം അവർ ദളിതരല്ല, അവർ ഉയർന്ന ജാതിക്കാരാണ് എന്നുള്ളതാണ്. ഇത് കേൾക്കുന്ന പലർക്കും തുടങ്ങി എന്നൊക്കെ തോന്നാം. അല്ലെങ്കിൽ നിങ്ങൾ പറ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ. എന്ത് കേസും അന്വേഷിച്ച് ദിവസങ്ങൾക്കുള്ളിൽ കണ്ടെത്താൻ കഴിയുന്ന നമ്മുടെ കേരള പോലീസിന് ഇത് കണ്ടെത്താൻ കഴിയുന്നില്ലേ എന്ന് ഈ സംഘടനകൾ ചോദിക്കുമ്പോൾ നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ തോന്നുന്നില്ലേ? 2 ആളുകളെയാണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇത് കേൾക്ക്. ഹർത്താൽ നടത്തേണ്ടിയിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഒരു സംശയമില്ല, ആ കാര്യത്തിൽ നമുക്ക് ഒരു തർക്കവും പറയാനില്ല. യഥാർത്ഥത്തിൽ ഈ ഹർത്താലിന്റെ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഒന്ന്, ഈ അറസ്റ്റ് രേഖപ്പെടുത്തണം, ഇവരെ അറസ്റ്റ് ചെയ്യണം, ഇതിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണം. ആ കാര്യത്തിൽ പോലീസ് പരാജയപ്പെട്ടു. അറസ്റ്റ് നടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണല്ലോ, നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഒരാഴ്ചത്തെ നോട്ടീസ് കൊടുത്തിട്ടാണ് ഈ ഹർത്താൽ നടത്തുന്നതെന്ന് ഓർക്കണം. അതായത് അതിനിടയ്ക്കും ഈ അറസ്റ്റ് നടന്നിട്ടില്ല. മറ്റൊന്ന്, നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നു. അത് സ്വാഭാവികമായും അത് ആവശ്യപ്പെടാനുള്ള എല്ലാ അർഹതയും ആ കുടുംബത്തിനും ഈ സംഘടനയ്ക്കും അല്ലെങ്കിൽ ഈ സംഘടനകൾക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോ ഈ 2 ആവശ്യങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഹർത്താൽ ആഹ്വാനം നടന്നിരുന്നത്. അപ്പോ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലേ, പ്രധാനപ്പെട്ട കാര്യമല്ലേ അത്? ഈ ഹർത്താലിന്റെ ഭാഗമായിട്ടൊരു കട അടപ്പിക്കാൻ ചെന്നപ്പോൾ ആ കടക്കാരനോട് ഈ ഹർത്താൽ അനുകൂലികളായിട്ടുള്ള ഈ സംഘടനകൾ, ഈ ദളിത് സംഘടനയിൽ ഒരു നേതാവ് പറയുന്നുണ്ട്, നിങ്ങളെ വീട്ടിലൊരു കൊച്ചിനാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സമരത്തിനൊപ്പം നിൽക്കില്ലേ? നിങ്ങൾ എന്ത് മനസാക്ഷിയില്ലാത്ത ആളുകളാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നു. ഒരാഴ്ച മുമ്പാണ് ഇങ്ങനത്തെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ദിവസത്തേക്കുള്ള എല്ലാ യാത്രകളും മുൻകൂട്ടി എല്ലാ സംഗതികൾ അവിടെ ചെയ്യുന്നതാണ്. നോക്കൂ, ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കടയടപ്പിക്കുന്ന അക്രമകാരികളായിട്ടുള്ള ഈ ദളിത് സംഘടനകൾ എന്ന രീതിയിലാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആളുകളൊക്കെ, കടക്കാരും ഈ വ്യാപാരി വ്യവസായികളും എല്ലാവരും കൂടിയിട്ട് ഈ ഹർത്താലിനെതിരെ നിൽക്കുന്നു. ഇതെങ്ങനെ ഏതെങ്കിലും ഒരു ഓലപ്പാമ്പ് രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ മതസംഘടന ആണെങ്കിൽ ഈ പറയുന്ന ആളുകൾ മുഴുവൻ വീട്ടിന്റെ ഉള്ളിലിരിക്കും, ഭയപ്പെട്ട് കുത്തിരിക്കും.
അതായത് അവജ്ഞയാണ്, അവഗണിക്കുകയാണ്. ഇവിടുത്തെ ദളിതർ ഒന്നുമല്ല എന്ന് പറഞ്ഞ് അവരവഗണിക്കുകയാണ്. ഒരു പയ്യന്റെ മരണത്തിന് ഉത്തരവാദിയാണ് ഇന്ന ആളുകളെന്ന് ആ ഒരു പയ്യൻ തന്നെ പറഞ്ഞിട്ടും വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടും അയാൾ അറസ്റ്റ് ചെയ്യാൻ ഇത്ര കാലമായിട്ടും കഴിയാതിരിക്കുന്നു. അതിനൊപ്പം തന്നെ നാണം കെട്ട കൂട്ടുകാരെന്ന് ഞാൻ പറയുള്ളൂ. വാക്ക് പാലിക്കാൻ ധൈര്യമില്ലാത്ത, നട്ടല്ലില്ലാത്ത കൂട്ടുകാരും. നിങ്ങൾക്കൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കൂടറോ? അവരിപ്പോ പറയുന്നു റാം അങ്ങനെ അപമാനിച്ചിട്ടില്ല ക്ലാസ്സിൽ നിന്ന്, ഞങ്ങളത് കണ്ടിട്ടില്ല. തുടക്കത്തിൽ വന്നിട്ട് എൻ്റെ കൂട്ടുകാരനായിരുന്നു അവൻ, അവൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരി ഞാനായിരുന്നു എന്നാണ് അവൻ പറഞ്ഞിരുന്നത് എന്നൊക്കെ കരഞ്ഞു പറഞ്ഞിരുന്ന ഒരുവുണ്ടായിരുന്നു. അവരൊക്കെ വാക്ക് മാറ്റി എന്നുള്ളതാണ്. ഇപ്പോഴിതാ റാം എന്താണ്, യേശുവിനോളം അപ്പോസ്തലനാണ്, അതിനേക്കാൾ അപ്പുറം ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തൊരു ക്ലാസ് കിട്ടിയിരിക്കും ആ കുട്ടികൾക്ക്, എന്തൊരു ഭീകരമായിട്ടുള്ള ഭീഷണിയായിരിക്കും ഇവർക്കൊക്കെ വന്നിട്ടുണ്ടായിരിക്കുക. ഒരൊറ്റ നിമിഷമല്ല ഇവര് പ്ലേറ്റ് മാറിക്കളഞ്ഞത്. ആ പയ്യന് നീതി കിട്ടാൻ പോകുന്നില്ല. ഈ സമൂഹം മുഴുവൻ ഈ സമരത്തിനൊപ്പം നിന്നിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കൊരു നീതി കിട്ടും, അല്ലെങ്കിൽ ഇവിടുത്തെ ദളിത് വർഗങ്ങൾക്കൊരു നീതി കിട്ടും. ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഒരംശം പോലും കിട്ടില്ല. കാരണം ഇവിടുത്തെ ഉള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ സമരത്തിനെതിരെ നിന്നു എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഹർത്താലുകളാണ് നടക്കേണ്ടത്. എന്തായാലും ഇവര് പറയുന്ന കേൾക്ക്. ഈ സംഭവം ഉണ്ടായതിന് ശേഷം പിന്നീട് ഏതാണ്ട് സമ്പൂർണമായും അന്വേഷണത്തിന്റെ ഗതിയും അതല്ലെങ്കിൽ അതിനുശേഷം പുറത്തു വരുന്ന വാർത്തകളുടെ ഗതിയും എല്ലാം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇതെന്താണ്ട് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടോ എന്ന് സംശയിക്കാനുള്ള അവകാശവും സംഘടനകൾക്കില്ലേ? മാധ്യമങ്ങളടക്കം നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളിലും വരുന്ന വാർത്ത, കാരണം അതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്ത. അതിനപ്പുറത്തൊരു തലം കൂടിയുണ്ട്. കാരണം ഈ രാജ്യത്തെ തന്നെ ശബ്ദം നമ്മൾ കേട്ടതാണ്. എന്താണ് ലോൺ ആപ്പ് വിഷയം? ഇനി അതുകൂടി പറയാം. നമുക്ക് പല ആപ്പ് വഴി നമുക്ക് ലോൺ എടുക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണമൊക്കെ കയറും. പക്ഷേ നിങ്ങൾ ആ പണം തിരിച്ചടവെങ്ങാൻ മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലുള്ള എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ അവർ കോള് ചെയ്തെന്നിരിക്കും. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവരൊരു ടീച്ചർക്ക് കൂടി കോള് പോയത്, പണം അടയ്ക്കണം എന്നുള്ള സംഗതിയുമായി ബന്ധപ്പെട്ടിട്ട്. അതോടുകൂടിയിട്ട് ആ ടീച്ചർ ഉറഞ്ഞു തുള്ളുന്നു. ആ പയ്യനുള്ള 10, 15, 20,000 എങ്ങാണ്ടാണ് ഒരു കടം. അത് വീട്ടാനെങ്കിലും ആ അധ്യാപകർക്ക് ഒരു 10 പേര് തീരുമാനിച്ചെങ്കിലും ആ കുട്ടിയെ എടുത്ത് ഉയർത്താമായിരുന്നില്ലേ, സംരക്ഷിക്കാമായിരുന്നില്ലേ? എന്തേ ചെയ്തില്ല? ഞാൻ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് മേഖലയിലുള്ള അധ്യാപകരാണ് ഒരുപക്ഷെ അസലായിട്ട് കഞ്ഞിക്കുഴികൾ എന്നൊക്കെ പറയേണ്ടി വരും. 5 പൈസ ഇറക്കില്ല. കുട്ടികളെ ഇമോഷൻസ് മനസ്സിലാക്കാതെ പെരുമാറുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്. എന്തായാലും കേൾക്കാം. ഈ വല്ലാതെ അവഹേളിക്കുന്നു, ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ അവഹേളിക്കുന്നതിനെ കുറിച്ച്, അയാൾ ക്രൂരമായി പെരുമാറുന്നതിനെ കുറിച്ച് ശബ്ദ സന്ദേശം അയച്ചത് നമുക്ക് മുന്നിലുണ്ട്. ആദ്യം പുറത്തു വന്നത് അതാണ്. അതിനുശേഷമാണ് ലോൺ ആപ്പിന്റെ കൂടി വിവരം പുറത്തു വരുന്നത്. ലോൺ ആപ്പിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുണ്ട്. അക്കാര്യത്തിൽ ഈ പറഞ്ഞ ആ സംവിധാനം, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിച്ചത് വളരെ മോശമായ രീതിയിലാണ്. യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിയോട് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനോട്, ഒപ്പം നിൽക്കുന്ന ഒരാളോട് പെരുമാറേണ്ട രീതിയിലേ അല്ല. നമ്മളിപ്പോ സനീഷ ഒരു കാര്യം ആലോചിക്കും, ഇവിടെ നമുക്കൊപ്പം നിൽക്കുന്ന ഒരാൾക്ക് സമാനമായ ഒരു പ്രതിസന്ധി ഉണ്ടായി, ഒരു ലോൺ ആപ്പിന്റെ പ്രശ്നം തന്നെ ആയിക്കോട്ടെ, പ്രശ്നമുണ്ടായി, നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അയാൾ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗം എന്താണെന്ന് ആലോചിക്കുകയല്ലേ ചെയ്യുക? അത് ചെയ്തില്ല എന്നുള്ള കൂടി നടക്കുന്നു എന്നുള്ള സംശയം കൊണ്ടാണ് ഈ ദളിത് സംഘടനകൾ ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. കാരണം ദളിത് സംഘടനകൾക്കെല്ലാം അല്ലെങ്കിൽ അവഹേളനം ഏതെങ്കിലും തരത്തിൽ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റം വിദ്യാർത്ഥി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും യഥാർത്ഥത്തിൽ അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതെല്ലാവർക്കും മനസ്സിലായിട്ട് പോലും അവർക്കൊപ്പം നിൽക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു വൃത്തികേട് ഇനിയുണ്ട്. ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ കേൾക്കണം. നിറത്തിന്റെ പേരിലുള്ള അവഹേളനത്തെ തിരിച്ചറിയാൻ ത്രാണിയുള്ള ആളുകളാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ ഒരു ഹർത്താൽ ആഹ്വാനം അവിടെ നടന്നിരിക്കുന്നു. ആ ഹർത്താലിനോട് എങ്ങനെയാണ് ഈ പറയുന്ന സിസ്റ്റം പ്രതികരിച്ചത് എന്നുള്ളത് നമ്മൾ നോക്കണം. പോലീസ് എങ്ങനെയാണ് പ്രതികരിച്ചത്, കോടതി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒന്നാമത് മാധ്യമങ്ങളെ തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ ബോധം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. ഇന്ന് ആ ഹർത്താൽ തുടങ്ങിയതിനു ശേഷം ഒരൊറ്റ മാധ്യമ സ്ഥാപനത്തിൽ വരുന്ന
അതിനെ കുറിച്ച് വരുന്ന റിപ്പോർട്ടുകളുടെ സ്വഭാവം ഞാൻ പറയാം. അതൊന്ന് കേൾക്കണം കേട്ടോ. ബാക്കിയുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞാൽ മരിച്ചയാൾ തിരിച്ചു വരുമോ, നീ തിരിച്ചു പോടാ, തിരുവല്ലയിൽ വഴി തടഞ്ഞ് സമരക്കാം. ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ അവരുടെ വാർത്തയെ റിപ്ലേസ് ചെയ്യുന്ന ഒന്ന്. അടുത്തത്, തിരുവല്ലയിൽ ബൈക്ക് യാത്രക്കാരനെ തടഞ്ഞു വെച്ച് അസഭ്യം ചെയ്ത് അസഭ്യം പറഞ്ഞ് സമരക്കാം. രണ്ടാമത്തെ വാർത്തയാണ്. ഇനി അടുത്തത്, ഒരുപക്ഷെ വാർത്തകളൊക്കെ വേണമെങ്കിൽ എന്റെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. ഇതിൽ മൊത്തം നമുക്ക് എടുത്ത് കാണിച്ചു തരികയാണെങ്കിൽ അതിഭീകരമായ രീതിയിൽ ഈ സമരത്തെ തച്ചു തകർക്കാൻ വേണ്ടി ഒരു സമൂഹം മുഴുവൻ നിന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദളിതന്റെ മരണത്തെ ഒരു 5 പൈസയ്ക്ക് വിലയില്ലാത്ത രീതിയിൽ അവഗണിക്കാൻ വേണ്ടിയിട്ട് ഒരു സമൂഹം മുഴുവൻ നിന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുകൂട്ടി ഞാൻ പറഞ്ഞു വെക്കും. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ട് ഒരു പെൺകുട്ടി ഒരു പ്രതികരണം ഉണ്ട് കേട്ടോ. അതൊന്ന് കേൾക്കണം, നിങ്ങൾ കാണണം. തിരുവനന്തപുരത്തെ കാക്കിയുടെ ബലത്തിൽ സാധാരണക്കാരന് നെഞ്ചത്ത് കയറുന്ന പോലീസ് ഏമാമാരോടാ ചോദിക്കുന്നത്. നിന്റെയൊക്കെ അമ്മയുടെ വീടിന്റെ അടുത്ത കെട്ടുത്സവം കൊണ്ടുവന്ന യാത്രയാണോടാ ഹർത്താലിന് നടത്തിക്കൊണ്ടിരിക്കുന്നത്? റോഡ് ഒഴിച്ചിട്ട് വണ്ടി പറഞ്ഞു വിടാനെ കൊണ്ട്. ഹർത്താലിന്റെ അർത്ഥം എന്തോ? നീയൊക്കെ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഹർത്താൽ നടക്കുമ്പോൾ ഓച്ചാനിച്ച് റോഡിന്റെ സൈഡിൽ പോയി കൊടിയുടെ മറവിൽ ഒളിച്ചു നിൽക്കുന്ന മറ്റേമ്മമാർ ഇപ്പൊ വന്നിട്ടും സാധാരണക്കാരനെയും ദളിതനെയും പട്ടികജാതിക്കാരനെയൊക്കെ അടിച്ചൊതുക്കാൻ വേണ്ടി നിനക്കൊക്കെ നല്ല കയ്യൊക്കെണ്ടല്ലോ. ഇവിടെ കേരളത്തിൽ 1ാം തരം ഹർത്താൽ പ്രതിഷേധം നടക്കുന്ന തിരുവല്ലയിൽ അങ്ങ് കോട്ടാലി പോലുള്ള സ്ഥലങ്ങളിലോട്ട് നീയൊക്കെ ഈ കാക്കി ഇടോട് ചെന്ന് കയറി കൊടുക്കണം. അവന്മാര് വെട്ടിക്കൊളത്തി നിന്നെയൊക്കെ അങ്ങ് ഒരു ദശമി സുന്ദർ എന്നാണ് ഇവരെ പേര്. ചത്തത് നിന്റെ ഒന്നും കുടുംബത്തല്ലല്ലോ എന്ന് എഴുതിക്കൊണ്ടാണ് ഇവരിതിനെ പ്രതികരിച്ചിരിക്കുന്നത്. ശരിയാണ്, ഇവരൊന്നും കുടുംബത്തിലല്ലാത്തോണ്ടായിരിക്കും. പോലീസുകാരൊക്കെ ഈ സമരക്കാരോട് ഇടപെട്ട രീതി അതിഭീകരമായിരുന്നു. കഴുത്തിന് പിടിച്ച് ഉന്തുന്നു, അടിക്കുന്നു, വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടൊന്നും ചെയ്യാത്ത രീതിയിലാണ്. അതായത് ദളിതരോട് എന്തു ആവാമെന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ളതാണ്. കേൾക്കണം. തലസ്ഥാന നഗരിയിലോട്ട് വിടാം. അന്നൊക്കെ നിന്റെ മന്ത്രിമാർ വരെ മറ്റോമാരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ചിരിക്കും. കാരണം ഞങ്ങളുടെയൊക്കെ ഒരു കൂട്ടം ആളുകളുടെ വോട്ട് മേടിച്ചിട്ടാണ് നിന്റെയൊക്കെ ഏമാമാർ അവിടെ ഇരിക്കുന്നത്. അതിന് നട്ടലുള്ള ഈ സ്റ്റാറിന് ഉറപ്പുള്ളവന്മാർ ഇറങ്ങി വരട്ടെ. നീയൊക്കെ എന്തുറപ്പിരുന്നോട്ടാ കാണിക്കുന്നത്? ശരി, പൊതുജനങ്ങളെ ദ്രോഹിക്കുന്നു. ഈ പറയുന്ന പൊതുജനങ്ങൾ, ക്യാൻസർ പേഷ്യന്റ് പോലുള്ള ആളുകൾ, ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഹർത്താൽ നടക്കുമ്പോൾ, കൊറോണ പോലുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷൻ കേരളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കാലേ കൂട്ടി അറിയുമ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ നേരത്തെ അവിടെ പോകണം, ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇങ്ങനെയൊക്കെ നടക്കാറ്. പക്ഷേ ഇത് ദളിതന്റെ ഹർത്താലാണ്. അപ്പൊ പിന്നെ നമുക്ക് 5 പൈസയ്ക്ക് അതിന് വില കൊടുക്കണ്ട എന്ന് നമ്മുടെ പൊതുജനങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. കഷ്ടം.